ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ്. എന്താ പറയുക, വിചാരിച്ചേക്കാളൊക്കെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഡിവൈൻ പറഞ്ഞത് ഒരു 2 മണിക്കൂർ മമ്മി ഇരുന്ന് വേണമെങ്കിൽ വീട് കണ്ടുവന്ന്. ഞാൻ ദേ എണീറ്റ് വന്നപ്പോഴത്തെ അങ്കാണ് ഇത്. വേറെ ആരും എണീറ്റിട്ടില്ല, നമ്മുടെ ചാക്കോച്ചൻ മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ ചാക്കോച്ചൻ ഇത് കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടു. അപ്പോൾ ഞാൻ ആരടാ വലിച്ചു വാരിയിട്ടേന്ന് ചോദിച്ചപ്പോൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ച് കളിക്കണതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ദേ നോക്കിയപ്പോൾ ഇന്നലെ എങ്ങനെ അടിച്ച് കഴുകിയിട്ട ഉമ്മറാണ്. പക്ഷെ അവിടെ മുഴുവൻ ദേ ചളിയായി. പിന്നെ നമ്മുടെ ആ നെല്ലിമെന്ന് കംപ്ലീറ്റൊക്കെ കിളികൾ വന്ന് കൊത്തി അത് താഴെ ഇട്ടു. ഇനിയിപ്പോൾ ചാക്കോച്ചൻ ആ വെള്ളത്തിൽ കളിക്കാൻ പോവുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേട്ടപ്പോൾ ഓടി വന്നിട്ട് അവിടെ സെറ്റിമ ഒന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കടന്നു. കിച്ചൺ ഭയങ്കര ലൈവാണ്. ഇന്ന് ഡിവൈൻ നേരത്തോടെ എണീറ്റു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചാക്കോച്ചൻ ഇന്നലെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു. പിന്നെ ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വഴിയെ പറയാട്ടോ ആരാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഡിവൈൻ വേഗം ഉച്ചയിലത്തെ പണികളൊക്കെ പടപടേന്ന് കഴിക്കുക. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പാച്ചു കിടക്കാൻ പോകുമ്പോൾ വലിയ സുഖമില്ലാണ്ട് കിടക്കാൻ പോയിന്ന്. മൂപ്പര് ഭയങ്കര ഛർദ്ദിക്കലും ഒക്കെ ആയിരുന്നു. അവനും അതെ, ചാക്കോച്ചനും അതെ, തീരെ എല്ലാവർക്കും അതൊന്ന് തൊട്ട് പരട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കോവിഡും തുടങ്ങായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്ക് പറ്റിയ അബദ്ധം. മെഴുകുതിരി ഞാൻ കെടുത്തിന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ കത്തിന്ന്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ബർത്ത്ഡേ ക്യാൻഡിൽസാണ്. അത് നമ്മൾ എത്ര ഊതി കിടത്തിയാലും അത് വീണ്ടും വീണ്ടും കത്തും. അപ്പോൾ അതിൻ്റെ അന്നത്തെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനി കഴിടണ വരെ നമ്മളത് നോക്കി നിൽക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ തുണികൾ വാഷ് ചെയ്യാനിട്ടിട്ടു. അപ്പോൾ എൻ്റെ ബ്ലൗസ് ഞാൻ ആ കൂട്ടത്തിലിട്ടില്ല. കാരണം എങ്ങാനും അതുമ്പോൾ വല്ല കളർ കയറി പിടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിത്ത് ബ്ലൗസ് സാരികളാകുമ്പോൾ ബ്ലൗസും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സാരി ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അതിന് വേണ്ടി ബ്ലൗസ് എടുക്കാനൊക്കെ. അപ്പോൾ ഞാനത് കൈകൊണ്ട് വാഷ് ചെയ്യാൻ വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റിയിട്ടു. അങ്ങനെ ദേ അപ്പാപ്പൻ ഇന്ന് കുറച്ച് ദൂരേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന്. അപ്പാപ്പൻ ഇറങ്ങുമ്പോൾ ഇത് എല്ലാവരും ടാറ്റ കൊടുത്ത് അവർ രണ്ടുപേരും മടങ്ങിപ്പോയി. പക്ഷേ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അത് കൂടെ ഇങ്ങനെ പോയി കണ്ണീന്ന് പോണ വരെ അവൻ അവിടെ നിൽക്കുക തന്നെ ചെയ്യുക. എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല കേട്ടോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഒരു സമാധാനമാണ്. അവന് ടാറ്റയൊക്കെ പറഞ്ഞ് അവൻ കയറും, അല്ലെങ്കിൽ അതുവരെ നോക്കി നിൽക്കും. അപ്പോൾ അപ്പാപ്പനെ വെച്ചാൽ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി ഇതായതാന്ന് കുറച്ച് ലേറ്റ് ആയിക്കണേ. അപ്പോൾ അപ്പാപ്പൻ പോയി കഴിഞ്ഞപ്പോൾ അവന് സമാധാനം, അവൻ ടാറ്റയൊക്കെ പറഞ്ഞ് കയറിയിട്ടാണ്. അതാണ് നമ്മുടെ ചാക്കോച്ചൻ. അങ്ങനെ ചാക്കോച്ചനോട് കയറാൻ പറഞ്ഞപ്പോൾ കുറേ വാശി പിടിച്ചതിന് ശേഷമാണ് 3 ആളും അകത്തേക്ക് കയറിയത്. കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോൾ ഇന്ന് നല്ല ദോശ. അപ്പോൾ ഇന്നത്തെ ദോശയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ തൂവിപ്പോയില്ലേ. അപ്പോൾ ഡിവൈൻ അത് അരി ആട്ടുമ്പോഴാണ് അത് പോയിണ്ടായിരുന്നത്. അപ്പോൾ ഉഴുന്നാണ് കൂടുതൽ. അപ്പോൾ ഡിവൈൻ ഒരു തട്ട് ഇഡ്ഡലി കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉഴുന്നിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കണേ. അപ്പോൾ അത് വളരെ കുറച്ചുണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ ദോശ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, നല്ല ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈയോടെ തുണികൾ തോരയിടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുട്ടികൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ലഞ്ചിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡിവൈൻ ഒരു സൂത്രം പറഞ്ഞത്, പിള്ളേർ 3 ആളും കൂടി താഴ്ത്ത് നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വലിച്ചു വരിയിടും. അപ്പോൾ ഞാൻ 2 ആളെയും കൊണ്ട് മുകളിലേക്ക് പോകാം, അവരെ കുളിപ്പിച്ച് താഴത്തേക്ക് വരുമ്പോഴേക്കും അവർ വരികയും ചെയ്യും. ഡിംപിളും മോനെയും കൊണ്ട് പൊക്കോന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവർ 2 പേരും 2 സൈഡിലേക്ക് പോയതിന് ശേഷം വീട് ഒക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ തുണികൾ തോരയിടാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചെടികളൊക്കെ കുറേയൊക്കെ നമ്മൾ പല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിലും ഒരു രക്ഷയുണ്ടായില്ല. ഒരു 4ഓ 5ഓ പിടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ പോയിട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ചെടികളങ്ങനെ, അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലത് അങ്ങനെയാണ് പിടിച്ച് കിട്ടാൻ. ഇൻഡോർ പ്ലാന്റ്സ് ഈ തരം പ്ലാന്റ് ഇത്തിരി വിഷമമാണ് എന്ന് പറഞ്ഞു. പിന്നെ സാരമില്ല പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാച്ചുവിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് കയറാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടതിനുള്ള സങ്കടമാണ് കിടന്ന് കാണിക്കുന്നത്. അവന് ഭക്ഷണം ഒന്നും വേണ്ട. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു പനിയുടെ ഞാൻ തോന്നുന്നുണ്ട്, മൂപ്പർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഗസ്റ്റ് വന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ റോസയും തക്കുടും പിന്നെ നമ്മളുടെ റോസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷൈനി എന്ന് പറഞ്ഞ മോളും 2 പിള്ളേർ സാമും സാറയും. അപ്പോൾ തക്കുടുവിനെ ഞങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ സാഹചര്യം കൊണ്ടും നടന്നില്ല.
അപ്പോൾ തക്കുടു റോസമ്മായും വരിക എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തോമൂനും അതെ പാച്ചുവിനും അതെ, 2 പേർക്കും. ചാക്കോച്ചന് പിന്നെ പറയാറായിട്ടില്ലെങ്കിലും അവരുടെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കട്ടോ. നല്ല എന്താ പറയുക, 3 പേരും അതെ. അപ്പോൾ തക്കുടിൻ്റെ മേത്താണ് 2 പേരും. അപ്പോൾ സാമും തക്കുടും ഒരേ ബാച്ചാണ്. സാറ ഞാൻ വിചാരിച്ചു വലിയ കുട്ടിയാന്ന്, പക്ഷേ ഹൈസ്കൂളിലേക്ക് ആയിട്ടുള്ളൂ. മോനും അതെ, ഞാനും ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ആ മോനും വലിയ കുട്ടിയാന്ന്, 10th ഇപ്പോൾ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ അറിയണത്. അപ്പോൾ റോസയ്ക്ക് ഇതേ ഒരു അബദ്ധം പറ്റിയതാണ് ഹെയർ കളർ ചെയ്തപ്പോൾ. റോസയുടെ വീക്ക്നെസ്സാണ് ഹെയർ കളർ ചെയ്യുക എന്നുള്ളത്. പണ്ട് തൊട്ടുള്ളതാട്ടോ, ഇവരുടെ കുഞ്ഞിലേ തൊട്ടുള്ളതാണ്. അപ്പോൾ റോസയ്ക്കും ഡോണുമാണ് ഈ പ്രാന്ത്, ഈ 2 പേർക്ക്. അപ്പം ഞങ്ങൾ കളിയാക്കി ഈ 2 എണ്ണത്തിനാണ് ഈ പ്രാന്ത് എന്ന് പറയും, മുടി കളർ ചെയ്യുക. ഇവരുടെ ഒരു ശീലമായിരുന്നു. ഡോൺ പിന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് മെച്ചുവർഡായതിന് ശേഷം, അതായത് ഒരു കല്യാണപ്രായത്തിന് ആവണേൻ്റെ മുമ്പായിട്ട് തൊട്ട് ഈ പരിപാടികളൊക്കെ നിർത്തി. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ റോസ ഇപ്പോഴും കഥ തുടരുന്നു എന്ന് പറയില്ലേ, തുടർന്നുകൊണ്ടിരിക്കുക. ഒന്ന് കളർ ചെയ്യും, ആ കളർ ശരിയാവാണ്ടാവുമ്പോൾ അടുത്തതൊന്ന് ചെയ്യും. അങ്ങനെ ഞങ്ങളൊക്കെ എന്താ പറയുക, കളിയാക്കുന്ന ഒരു പീസാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ കളറ് പറയുകയാണ്. എവിടെയും കാണാത്തൊരു പഞ്ചവർണ്ണ കളറാണ് തലയിൽ കിടക്കണേ. അപ്പോൾ ഡോൺ വന്നിട്ട് ഞെട്ടി റോസേച്ചിയുടെ തലയിലത്തെ കളർ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഡോൺ ഇവർ വന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അവർ വെറും വെള്ളം മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറേ ലേറ്റായിത്രേ. പക്ഷേ എന്താ പറയുക, കോഫി വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി നമുക്ക് കഴിക്കണേക്കാൾ കൂടുതൽ സന്തോഷം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഉള്ള ഒരു എന്താ പറയുക കുറച്ച് സമയമാണ്. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ മോളോട് ഒരു ഇഷ്ടം കൂടുതലാണ്, ഷൈനിയോട്. കാരണം എന്താ വെച്ചാൽ റോസ എറണാകുളത്ത് ശരിക്കും റോസയും തക്കുടും അമലും ഉള്ളൊരു ലൈഫാണ് അവിടെ. അപ്പോൾ അതിൽ നിന്ന് വിട്ട് പിന്നെ പള്ളിയും, എനിക്ക് റോസ ആക്റ്റീവായി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയുക ഓർക്കസ്ട്രയിൽ പോയിരുന്ന മോളാണ്. എനിക്ക് ഡിംപിളുടെ എന്താ പറയുക കൺസീവ് ചെയ്ത സമയം തൊട്ട് അവൾ പ്രോഗ്രാംസിന് പോയിരുന്നത്. അതായത് അവളുടെ ഒരു 8-9 വയസ്സ് തൊട്ട്, ആ വയസ്സ് തൊട്ട് കല്യാണം വരെ അവൾ മെയിൻ എന്താ പറയുക സിംഗറായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞു. ഡിംപിളിനുണ്ടായ പോലെ തന്നെ വേറെ ഒരു സ്റ്റൈലായിരുന്നു അവളുടെ ലൈഫും. അത് വിട്ടിപ്പോൾ വീണ്ടും ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത് ഷൈനി വന്നതിന് ശേഷം. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഷൈനിയോടും സാമിനോടും സാറയോടും ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മുടെ മക്കളെ ആരാണോ കൂടുതൽ സ്നേഹിക്കണേ അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അതുപോലെയാണ് റോസോട് കൂടുതൽ അവരുടെ അടുത്ത് നിൽക്കണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ പള്ളിയിൽ മേരി ചേച്ചി, ആ ചേച്ചി, കുറേ പേരുടെ പേരിങ്ങനെ റോസ പറയും. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും ഒക്കെ ഇവരൊന്നിച്ച് നിന്ന് ഇടവക ദിനാഘോഷിക്കും ഒക്കെ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ദിവസം എന്ന് പറഞ്ഞത് ഇന്ന്. അതുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ കുട്ടികളോടും പറയും, നിങ്ങളുടെ മക്കളെ കൂടുതൽ സ്നേഹിക്കുന്നവരോടെയാണ് നിങ്ങൾക്കും കൂടുതൽ ഇഷ്ടം. അത് ഞാൻ ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ കല്യാണം കഴിയുമ്പോഴും ഞാൻ ഇപ്പോൾ ഡിവൈനോടും പറഞ്ഞത് അതാ. ഡിവൈൻ എന്തോരം ഡോണിനെ സ്നേഹിക്കുന്നു അത്രയ്ക്ക് എനിക്ക് ഡിവൈനോട് ഇഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞു. കാരണം അതങ്ങനെയാണ്. ഇപ്പം നിങ്ങളായാലും ചിന്തിച്ചറിയാം, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നാളെ നമ്മളോടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ആളോട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു വിഷമം ഉള്ളിലുണ്ടാവും. അതാണ് എന്താ പറയുക, അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയാണ്. അങ്ങനെ അത് വിട്ട് കുറേ അമ്മമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കല്യാണിയുടെ കാര്യവും ഒക്കെ കണ്ടു. അതൊക്കെ വളരെ അപൂർവം നടക്കുന്ന കുറേ സംഭവങ്ങൾ. നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി വരുന്ന കാലം വളരെ അപകടം പിടിച്ച കാലമാണ്. അങ്ങനെ അവർ പോയപ്പോഴേക്കും കണ്ടില്ലേ എന്താ അവസ്ഥ വീടിൻ്റെ. ഇവർ 3 പേര് കൂടി കഴിഞ്ഞാൽ ഇത് അംഗം. അപ്പോൾ നമ്മൾ പറഞ്ഞു, മമ്മി ഇത് ഒതുക്കണേക്കാളും ഭേദം ഇത് അങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വലിച്ചിടാനും ഒതുക്കാനും നിൽക്കണ്ടല്ലോ എന്നുണ്ട് അവർ കൈയോടെ അത് മടക്കി വെച്ചു. മമ്മി ഇത് വെറുതെ ഇരട്ടിപ്പണിയാണ്, മമ്മിക്കും അത് ബുദ്ധിമുട്ടാവും. കാരണം അത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അങ്ങനെ ഞങ്ങളുടെ ഉച്ചയിലത്തെ ഞാൻ പറഞ്ഞില്ലേ ഡിവൈനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മോരുകറി, പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോൺ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു സൽക്കാരയിലത്തെ ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. ഹക്കീരയുടെ കോഴി പോർക്ക് മീനാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് റോസമ്മായി പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിപ്പപ്പ് വാങ്ങിക്കുക. റോസമ്മായിനെ കണ്ട ഇവർക്ക് സിപ്പപ്പാണ് ഓർമ്മ വരിക. അപ്പോൾ പറഞ്ഞ് പിന്നെ വാശിയായി. അപ്പോൾ ഡോൺ പോയിട്ട് മഴയായാലും പോയിട്ട്
അവർക്ക് സിപ്പപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് അതും ഓരോന്ന് കഴിച്ച് പിന്നെ ഈ വന്നവരുടെ വിശേഷങ്ങൾ ഞാൻ പറയാറില്ല എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരാൾ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം ആ വിശേഷം പറഞ്ഞിരിക്കും. അപ്പോൾ ഡിവൈനോട് ഞാൻ പറയാം ജീവിതമേ മോപ്പും കൊണ്ട് ആയിന്ന്. അതായത് ഈ മറ്റേ സിപ്പപ്പ് കഴിച്ചിട്ട് അവിടെയൊക്കെ ഇട്ടു നിറച്ച് ഈച്ച വരും. അപ്പോൾ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി ഇവർ പോയിട്ടാണ് വന്ന വഴിക്ക് പറഞ്ഞു ഇതേ ഇവിടെയൊക്കെ നിറച്ച് ഈച്ച നിങ്ങൾ ഈ സിപ്പപ്പൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല അല്ലാണ്ട് ഇപ്പം എന്തുകൊണ്ട് നമ്മൾ പറയാം. അപ്പോൾ ഇവരുടെ കുളിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഡിവൈൻ വീണ്ടും വൈപ്സ് എടുത്തിട്ട് മൊത്തം ഒന്ന് തുടക്കുകയാണ്. കാരണം ഇനി കിടത്തി ഉറക്കണ്ടേ. അങ്ങനെ അവർ അപ്പോൾ ഓച്ചുവിൻ്റെ അടുത്ത് ഉള്ള കൊഞ്ചലാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ തൂമുന് ഒരു കൊഞ്ചൽ വരും. അപ്പോൾ നമ്മുടെ ചാക്കോച്ചിന് അതങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടമാവില്ല, എന്നാലും പിന്നെ വലിയ പ്രശ്നമില്ല. അത് കഴിഞ്ഞ് തൂമൂന് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാച്ചൂട്ടൻ പറഞ്ഞത് എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാച്ചൂട്ടനെ എടുത്തു. പക്ഷേ ചാക്കോച്ചൻ നോക്കിയിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇവരെടുത്തതെന്ന് വെച്ചാൽ അവന് ദേഷ്യവും സങ്കടമൊക്കെ വന്നേനെ കേട്ടോ. ഇത് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ നോക്കി അത് ആസ്വദിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ അവൻ കാര്യമായിട്ട് ലഡു കഴിക്കണം. റോസമ്മായി കുറേ മിഠായിയും ലഡുവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ അല്ല പാച്ചു ആണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ മിഠായി തിന്നിട്ട് അവൻ താഴെ പറയുന്നുണ്ട് ഹാപ്പി ഹിപ്പോയിൽ പോണ്ടി വരും എന്ന്. അങ്ങനെ ലഡു ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ കിടക്കാനൊക്കെ ആയിട്ട് പോയി. ഞാൻ എൻ്റെ പണികളിൽ ഏർപ്പെട്ടു. കാരണം ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നവരത്നത്തിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ കണ്ടമാനം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ബാക്കിയുള്ള കളക്ഷൻസിൽ ഉള്ളതെന്നുള്ളത് എനിക്കും വലിയ പിടുത്തല്ലേ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്തിട്ട് കയ്യോടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ വീഡിയോസും സെപ്പറേറ്റ് ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് പറയില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞു തരും, എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്പർ ഞാൻ പറയണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ കുട്ടികളൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരിത്തിരി പണിയാണ്. പക്ഷേ എന്നിട്ടും എനിക്ക് ഇന്ന് അബദ്ധം പറ്റി. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ ഉറക്കം തൂങ്ങി അങ്ങനെ കിടന്നു. ഞാനും ഒന്ന് കിടന്നു. പക്ഷേ കിടക്കാൻ കുറേ ലേറ്റായിരുന്നു മാത്രം. ലേറ്റായിട്ട് കിടന്നാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം പൂർത്തിയാവില്ല. അത് വീണ്ടും ഒരു ക്ഷീണത്തിലേക്ക് വരും. അതാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. എന്നാലും പിന്നെ സാരമില്ല ചോദിച്ചു. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ മറ്റേ ലഡു ഒരെണ്ണം കഴിച്ചു, അതിൻ്റെ പിന്നാലെ സിപ്പപ്പും കഴിച്ചു. അപ്പോൾ രണ്ടും നല്ല മധുരമാണല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് നെല്ലിക്ക കാന്താരി എടുത്ത് കുടിച്ചു കേട്ടോ. എന്നാലും അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ ഷുഗർ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെയാണ് ഈ ഉറക്കം വന്നതെന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ എല്ലാതും അങ്ങനെ നോക്കി ജീവിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇഷ്ടം തോന്നുന്ന സംഭവങ്ങൾ ഞാനും തിന്നും. ഡാഡിയോടും ഞാൻ പറയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കുക, മരുന്ന് മുടങ്ങാണ്ട് കഴിക്കുക, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കഴിക്കാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വലിയ പാറ്റേൺ നവരത്നം അത് സ്റ്റോക്ക് ഔട്ടാണ്. അത് കുറേ പേര് രണ്ടാമത് പറഞ്ഞു റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല, വന്നിട്ടില്ല. അത് ഭയങ്കര വലുത്. നിങ്ങൾക്കൊക്കെ അറിയാം, വാങ്ങിയിട്ടുള്ളവർക്കറിയാം അത് ഏതാണ് എന്താണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊറിയർ വന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ പിള്ളേഴ്സിന് ഉള്ള നെയിം സ്ലിപ്പാണ്. നമ്മുടെ സുലു അയച്ചിട്ടുള്ളതാണ് കേട്ടോ. സുലുവിനെ നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാം, സുലു ഗ്രാഫിക് ഡിസൈനറും കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അത് ഓരോന്നും ഇങ്ങനെ ഓർത്ത് ഓരോന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് ലേബിൾ സെറ്റ് ചെയ്തപ്പോൾ കുട്ടികളുടെ പേരിൽ ഓരോ ലേബിൾ എടുത്തിട്ട് ഓരോ ഷീറ്റ് അയച്ചതാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാ ഞാൻ പറഞ്ഞത് നെല്ലിക്ക കാന്താരി എടുത്ത് കുടിച്ചു എന്നുള്ളത്. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾക്ക് ഒക്കെ നല്ലതാണ്, ഇഷ്ടമാണെങ്കിൽ കഴിക്കാം. ഷുഗറിന് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരിടയ്ക്ക് എപ്പോഴും കഴിച്ചിരുന്നതാണ്, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടു, ഇപ്പോൾ വീണ്ടും എടുത്തതാണ്. അങ്ങനെ റോസ മടങ്ങി പോകുമ്പോൾ പറഞ്ഞിട്ടായിരുന്നു കുറച്ച് മണി പ്ലാന്റ് വേണമെന്ന്. പക്ഷേ ഇറങ്ങുമ്പോൾ പറയാൻ വിട്ടുപോയി. എന്നാലും എനിക്ക് പറ്റാവുന്ന പോലെ പടപടേന്ന് ഒരു 5-6 കഷ്ണം കിട്ടിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഞാനത് കൊടുത്തു വിട്ടു. അപ്പോൾ ഇവിടുന്ന് അക്കിരോടേക്കാണ് പോയത്. അപ്പോൾ അക്കിരോടെ പോയിട്ട് എടുത്ത ഫോട്ടോസാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാറ്റസിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയും കുറേ നേരം സംസാരിച്ച് പോയി. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 വീടുള്ളൂ. ഞങ്ങൾ ഈ 2 വീടും പിന്നെ റോസയും പിന്നെ വലിയ ഡാഡി അന്ന നാട്ടിലില്ലാത്ത കാരണം ഞങ്ങൾ ഈ കാണുന്നവരുള്ളൂ ഞങ്ങളുടെ ഫാമിലിയിൽ എന്ന് പറയാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇന്നൊരു പുതിയ ഒരു ഇത് കണ്ടു വെച്ചതാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി നന്നാവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വേഗം അരി വെള്ളത്തിലിട്ടു, ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനും വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മധുരമാണ് കഴിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആൻറ്റി പറഞ്ഞതല്ല ഇപ്പം തന്നെ ഇങ്ങനെ കഴിച്ചു എന്നുള്ളത്, എന്നിട്ട് വീണ്ടും മധുരമാണോ കഴിക്കണേന്ന് തോന്നും. എന്തോ എനിക്ക് കഴിക്കണം തോന്നിയപ്പോൾ ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ. ശരിക്കും ഇതിപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. അടുപ്പിച്ചല്ല കേട്ടോ. അങ്ങനെ
ഞാൻ ദേ കുക്കർ കിഴങ്ങ് ഏകദേശം വെന്തു. അതോടുകൂടി ഞാൻ ഇതും കഴിച്ച് മേശപ്പുറത്തിരുന്ന് ബാക്കി കാര്യങ്ങൾക്ക് ഇരുന്നതാണ്. അങ്ങനെ ഇരുന്ന് വന്നപ്പോൾ നല്ല ഉറക്കം വന്നപ്പോൾ ഞാനൊന്ന് പോയിട്ട് കിടന്നു ഒരു കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ അതേ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചു. ലഡു അപ്പോഴേക്കും എല്ലാവരും എടുക്കുമ്പോൾ കുറയുമല്ലോ, അത് കുറച്ചു. അപ്പോൾ അത് പാത്രം ഒന്ന് ചെറുതാക്കി വെച്ചു. നേന്ത്രപ്പഴം കൊണ്ടുവന്നതൊന്ന് ഒതുക്കി വെച്ചു. അങ്ങനെയുള്ള കുട്ടി കുട്ടി പണികൾ ഞാൻ പറയാമല്ലോ, ഒതുക്കൽ പണികൾ ഞാൻ സാധാരണ ചെയ്യാമെന്ന്. അങ്ങനെ കുട്ടി കുട്ടി പണികളൊക്കെ കഴിച്ച് സാവധാനം വെച്ചു. അപ്പോഴേക്ക് ഒരു 3 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ലേ 3 മണിക്കൂർ ആ പച്ചരി ഒന്ന് കുതിരയിടണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഏതേ നടയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അവിടുന്ന് അരി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയും മറ്റേ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും. അപ്പോൾ നിങ്ങളത് നോക്കി വെച്ചോ, ഞാൻ ഉണ്ടാക്കി ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല കേട്ടോ. അരി കുതിരയിട്ടത് അതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടിയിട്ട് നന്നായിട്ട് അടിക്കുമ്പോൾ നല്ല നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അതിൽ നിന്ന് ഒരു തുണ്ട് കഴുകി ഒഴിക്കുന്ന വെള്ളം ഉണ്ടായാലും വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കഴുകി ഒഴിച്ചു. അത് കഴിഞ്ഞ് സവോളയാണെങ്കിൽ സവോള, ഉള്ളിയാണെങ്കിൽ ഉള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക്. ഞാൻ ഇഞ്ചിക്ക് പകരം ചുക്കുപൊടി ഇടുക. കാരണം കടിക്കുമ്പോൾ അത് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുക്കുപൊടി ഇടാം കേട്ടോ. അപ്പോൾ ഇഞ്ചി, വേപ്പില, ചുക്കുപൊടി ഇതിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വേപ്പിലയും വേണമെങ്കിൽ മല്ലിയിലേക്ക് ഇടാം. ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കാരണം അങ്ങനെ കൂടുതൽ സംഭവങ്ങൾ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ആവാം, എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അത് ഞാൻ ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇടുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചീനച്ചട്ടിയിലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇടാവുന്നതുള്ളൂ. പക്ഷേ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇട്ടിട്ട് എടുക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അപ്പക്കാരെന്നൊക്കെയാവും അല്ലേ എന്നിട്ട് അങ്ങനെയാവും പറയണ്ടാവും. നമ്മളിവിടെ തൃശ്ശൂർക്കാർ ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ വേഗം എടുത്ത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ ഞാൻ മറ്റേതിലേക്ക് ഇടുക ചെയ്യാം. എന്നിട്ട് അത് മൊരിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് മറിച്ചും തിരിച്ചും വരുമ്പോൾ സമയമെടുക്കും. ഇത് ഒന്നായിന്ന് കാണുമ്പോൾ നമ്മളിതെടുത്ത് മറ്റേ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നന്നായാൽ മാത്രം ഞാനത് പറയുള്ളൂ. നല്ല നല്ല ടേസ്റ്റുള്ള ഒരു വടയുടെ ഫ്ലേവർ. എന്നാൽ കിഴങ്ങാണല്ലോ, അപ്പോൾ കിഴങ്ങിൻ്റേതായ നല്ല എന്താ പറയുക, നല്ല പുറത്ത് നല്ല മുരുമുരിപ്പും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള സൂപ്പർ സാധനം കേട്ടോ. ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അതൊരിക്കലും ഇതാവാനും വഴിയില്ല, ഫ്ലോപ്പ് ആവില്ല. കാരണം അതിനും മാത്രം ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനകത്തില്ല. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കിഴങ്ങ് കൂടിയാൽ അത്രയും ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഡിവൈൻ്റെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കക്കില തുണിക്ക് 2-3 സെറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഞാനതൊന്ന് വെട്ടി തയ്ച്ചിട്ട് ചെറുതാക്കണം എന്ന് വിചാരിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചത്. അപ്പോൾ ചാക്കോ എന്തോ ചോദിച്ച് വാശി പിടിച്ചപ്പോൾ അതെടുത്ത് കയ്യിൽ കൊടുത്തത് കേട്ടോ. അതാകുമ്പോൾ കേട് വരില്ലല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഞാൻ പതുക്കെ മറ്റേ നെയിം സ്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തു. സുലു കൊണ്ടുവന്ന് അയച്ചത് ഒന്ന് ഓപ്പൺ ചെയ്തു. കാരണം എല്ലാവരും ഉള്ളപ്പോൾ അത് ചെയ്താലേ കാര്യമുള്ളൂ. കാരണം കുട്ടികളൊന്ന് ഒതുങ്ങി അവർക്കൊന്ന് സമാധാനത്തിൽ കാണാവുന്ന ഒരു അവസരം വന്നാലേ കാര്യമുള്ളൂ. ഞാൻ ഇന്നാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മിഠായി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പൊട്ടിച്ചതും അവർക്ക് കൊടുത്തതും. അതും അവരുടെ കയ്യിലല്ല, പാരൻസ് അവരുടെ അമ്മമാരുടെയും ഡോണിൻ്റെയും ഡിമ്പിളുടെയും കയ്യിലാണ് കൊടുത്തത്. കാരണം അവർക്ക് അറിയില്ല. അപ്പോൾ അവർ അതിൻ്റെ അങ്ങനെ നിൽക്കാൻ കൂട്ടാക്കില്ല കളിക്കുന്നതിൻ്റെ ഇടയിലാവുമ്പോൾ. അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അവരെ ഞാൻ വിളിച്ച് 2 പേർക്കും ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഡോണും 3 പേരും നോക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഞാൻ പറയാറില്ലേ, ഞങ്ങളെല്ലാവരും ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതായത് നാളെ ആണോ, എപ്പോൾ ഉണ്ടായി, ഏതുണ്ടായി, അങ്ങനൊരു ചോദ്യം നമ്മുടെ വീട്ടിലുണ്ടാവാറില്ല. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഉള്ളപ്പോഴാണ് സംസാരിക്കുക കേട്ടോ. അതെന്ത് കാര്യമായാലും, ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും, സീരിയസ് ആയിട്ടുള്ളതായാലും തമാശ ആയിട്ടുള്ളതായാലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒന്നുമില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രഹസ്യമായിട്ട് ഒരു റൂമിൽ കയറി നിന്നിട്ട് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹാളാണ് നമ്മൾക്ക് അങ്ങനെയുള്ള ചർച്ച ചെയ്യാനുള്ള വേദി. ഈ ഡൈനിങ് ടേബിളും ഡൈനിങ് ഏരിയയാണ്. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. ഇന്നത് എന്നില്ല കേട്ടോ. അപ്പോൾ അവരുടെ 2 പേരുടെയും ലേബിൾ 2 പേരുടെയും കയ്യിൽ കൊടുത്ത് താങ്ക് യു പറയാൻ പറഞ്ഞത്. അപ്പോൾ പാച്ചു കൈ കൂപ്പിയിട്ടാണ് താങ്ക് യു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡോൺ ഇത് ഓരോന്നും ക്ലിയർ ആയിട്ട് നോക്കണം ഡോണും. കാരണം അവനും ഈ ഫീൽഡിന് അങ്ങനെ ഡാഡി വന്നപ്പോൾ ഡാഡിക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം കുട്ടികളുടെ മനസ്സറിഞ്ഞ് ചെയ്ത പോലെയാണ്. അവർക്ക് ഈ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ക്നെസ്സാണ് കേട്ടോ. ഇപ്രാവശ്യം സ്കൂളിൽ പോകാനായിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ സ്പൈഡർമാൻ്റെയാണ് പാച്ചുവിന് വാങ്ങിച്ചേക്കണത്. തോമുവിന് പിന്നെ അത് പറ്റില്ല, സ്കൂളിൽ നിന്ന് തന്നെയാണ് അവരുടെ ബാഗും സംഭവങ്ങളൊക്കെ. പാച്ചുവിനൊക്കെ സ്പൈഡർമാൻ ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ
ആഷിയുടെ ഹസ്ബൻഡ് റോണി വരുമ്പോഴും സ്പൈഡർമാൻ്റെ ബാഗും കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത്. അപ്പോൾ ഈ സ്റ്റിക്കറും കൂടി ആയിപ്പോയി കഴിഞ്ഞാൽ കേബായി, എന്താ പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെയും എവിടെ നിന്നൊക്കെയോ സ്റ്റിക്കർ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്നാലും അവർക്ക് മനസ്സിനാണെങ്കിൽ ഒരു സ്പൈഡർമാനെ കിട്ടിയിട്ടോ. അങ്ങനെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എനിക്ക് സുലു ഓൾറെഡി ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഫോട്ടോ ഇവിടെ വരണ നേരത്താണ് എനിക്ക് കൊറിയറും കിട്ടിയത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി. റോസമ്മായി വന്നപ്പോൾ കൈ നിറച്ച് മിഠായി ലഡുവും കൊണ്ടുവന്നു. പിന്നെ ലേബിൾ കിട്ടി. പിന്നെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കിയത് അവർക്ക് കാര്യമില്ല കേട്ടോ. തോമൂനിയും പാച്ചുനിയും ഒരു കാര്യമില്ല, ചാക്കോച്ചൻ കഴിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ അവരുടേതായ കളികളും കാര്യങ്ങളും. അപ്പോൾ അപ്പയുടെ മടിയിൽ പാച്ചിരിക്കുന്നതിന് ചാക്കോച്ചന് ദേഷ്യം സങ്കടം ഇറങ്ങാൻ പറയണു. അതിനുള്ള ഇതാണ്. പക്ഷേ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാളി ഒരുപോലെയാണ് കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ കുറേ പേര് പറയും അത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് അറിയില്ല, എപ്പോഴും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. ഇന്ന് നല്ല ബീഫ് റോസ്റ്റ് ആയിരുന്നു. ഡിവൈൻ നാളികേര കൊത്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബീഫ് റോസ്റ്റ്, പിന്നെ മോരുകറി ഉച്ചലത്തിയും അവിയലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് കൂട്ടി അവർ കഴിച്ചിട്ട് പോയി. പിന്നെ ഞാനും ഡിമ്പിളും ഡാഡിയും സമാധാനത്തിലാണ് കഴിച്ചത്. ഞാൻ മറ്റേ സംഭവം കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ട, എന്നാലും പിന്നെ ഭക്ഷണം കഴിക്കണ്ടേന്ന് വെച്ചിട്ട് കഴിച്ചതാട്ടോ. അങ്ങനെ ഞാൻ സൈഡിലേക്കൊക്കെ വന്നപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ഷൈനിയും റോസയും വന്നിട്ട് സൈഡിലേക്ക് പോയപ്പോഴാണ് ഞാൻ ചെടികൾ അത്രയും വലുതായി എന്നുള്ളത് കണ്ടത്. എനിക്ക് തോന്നുന്നു വർഷക്കാലമായപ്പോൾ നമ്മൾ അങ്ങനെ അധികം ചെടിയുടെ അടുക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ പോയതാണ്, എന്നാലും ഇന്ന് ഞാൻ നോക്കിയപ്പോഴാണ് നല്ലോണം വലുതായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ രാത്രി ഞാൻ ഒന്നും കൂടി അത് നോക്കാൻ പോയി കേട്ടോ. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു, ആൻറ്റി പോകുമ്പോൾ ശ്രദ്ധിക്കണേ വല്ലതൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന്. അപ്പം ഞാൻ എപ്പോഴും അങ്ങോട്ട് കിടക്കുമ്പോഴായാലും അത് മനസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ കിടക്കുക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരഴിച്ചിട്ട സമയത്താണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, അവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒതുക്കുമ്പോഴാണ് പാച്ചുട്ടൻ എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കലും പറയലും. ഇപ്പം ഭയങ്കര സംശയങ്ങൾ ചോദിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ വണ്ടി ചോദിച്ചപ്പോൾ ആൻസർ വാങ്ങി തന്നതാണ്. വണ്ടി എനിക്കിഷ്ടമായ വണ്ടിയാണ്. ഇപ്പോൾ ഇഷ്ടം എന്നുള്ള വാക്ക് എപ്പോഴെപ്പോഴും ഉപയോഗിക്കാവട്ടെ. എനിക്കിഷ്ടമല്ല, ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഞാൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് നല്ലോണം നേരത്തെ എല്ലാ കാര്യങ്ങളും. ഇന്നലെ നല്ല നേരത്തെ ആയിരുന്നു, പക്ഷേ ഇന്ന് അത്രയില്ല, എങ്കിലും വലിയ കുഴപ്പമില്ല. 10:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 11:30 ഒക്കെ ആവും എൻ്റെ പരിപാടികൾ കഴിയുമ്പോൾ. ഇതിപ്പോൾ 10:40 ആയപ്പോഴേക്കും പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ റോസയെ വിളിച്ച് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നോക്കിയപ്പോൾ വഴിയൊക്കെ ബ്ലോക്കായിരുന്നു, എത്താൻ കുറേ ലേറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അങ്ങനെയാണ്, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ കറക്റ്റ് സമയത്തേക്ക് അവിടെ എത്താനായിട്ട് ഭയങ്കര പാടാട്ടോ. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഇരിക്കുമ്പോഴാണ് അമ്മയും മോനും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കാൻ നിന്നത്. അപ്പോൾ ഇവനെന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉണ്ണീശോയുടെ കയ്യിലിരിക്കുന്ന ബ്ലൂ ബോൾ അവന് വേണം. അപ്പോൾ എപ്പോഴും അവനത് വേണം. അപ്പോൾ ഇന്നും പ്രാർത്ഥിച്ചത് അതാണ്. അപ്പോൾ ഡിംപിൾ പറഞ്ഞു, നന്നായി പ്രാർത്ഥിച്ചാൽ ബ്ലൂ ബോൾ നിനക്ക് കൊണ്ടുതരും. അപ്പോൾ ബർത്ത്ഡേ ആകുമ്പോഴേക്ക് നിനക്ക് ഈ ബ്ലൂ ബോൾ കൊണ്ടുതരും തമ്പാച്ചൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതുമ്മയാണ് ഇപ്പം മെയിനായിട്ടുള്ള സംഭവം. എല്ലാവരും മുത്തും. അത് കഴിഞ്ഞിട്ട് മാതാവിനെ മുത്തി കഴിഞ്ഞിട്ട് അൽഫോൺസമ്മേനെ കണ്ടപ്പോൾ പറയണതാ അൽഫോൺസമ്മയ്ക്ക് കുറുമ്പാന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടി എപ്പോഴെങ്കിലും ഏതെങ്കിലും കന്യാസ്ത്രീകളെ ഒന്ന് മനസ്സുകൊണ്ട് വല്ല പേടിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ പറയണതാ അൽഫോൺസമ്മേനെ കണ്ട അപ്പം പറയും അൽഫോൺസമ്മയ്ക്ക് കുറുമ്പാ, സിസ്റ്റർക്ക് കുറുമ്പാന്ന് പറയും. അവന് ഒന്നും അറിയില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ അവനോടത് പറഞ്ഞ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവന് മനസ്സിലാവും. അങ്ങനെ കുറച്ച് നേരം എൻ്റെ അടുത്തൊക്കെ വന്ന് കൊഞ്ചി മറിഞ്ഞിട്ടാണ് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ പനിയുണ്ട്, ചെറുതായിട്ട് പനിക്കുണ്ട്. പക്ഷെ നാളെ പാലക്കാട് വരെ ഒന്ന് പോകണം. ഡിംപിളുടെ ലാസ്റ്റ് സിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പോവാണ്ട് പറ്റില്ലേ, നമ്മൾ അതിന് വേണ്ടി ദിവസങ്ങൾ നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കിടത്തിയേക്കണത്. രാവിലെ എണീക്കുമ്പോഴേക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഇന്നലെ രാത്രി ഛർദിയായിരുന്നു. ഇവനും അതെ, ചാക്കോച്ചനും അതെ, പാച്ചുവിന് തോമുന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ പറയില്ലേ എന്തൊക്കെയോ നടന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സിന് ചില ദിവസങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോഴേക്കും മനസ്സിൽ എന്തൊക്കെയോ ഭാരം കൊണ്ടാണ് കിടക്കുക. പക്ഷേ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ റോസയെ വിളിച്ചപ്പോൾ റോസയും കുഴപ്പമൊന്നുമില്ല, വീട്ടിലെത്തി സന്തോഷമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അക്കീനെ വിളിച്ചു.
അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഞായറാഴ്ച ഞാൻ പറയാറുള്ള പോലെ വെക്കേഷൻ ഡേ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനിയുള്ള ദിവസം ഇനി കൊറോണയും കാര്യങ്ങളൊക്കെ വരണേ. അപ്പോൾ ഉള്ള ദിവസം ഉള്ള പോലെ നിങ്ങൾ എൻജോയ് ചെയ്യുക. എവിടേക്കെങ്കിലും യാത്ര പോവുക. ഞാൻ പറയാറില്ലേ, കാശ് വേണമെന്നില്ല. ഒരു പാർക്കിലേക്ക് പോയി, ഇപ്പോൾ തൃശ്ശൂരിലുള്ളവർക്കാണെങ്കിൽ പാർക്കിലേക്ക് പോയി 5 പൈസയുടെ ചിലവില്ല. ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ വേണ്ട 10 രൂപയുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടതോ വാങ്ങിക്കൊടുത്താലും അത് മതി. അല്ലാണ്ട് കുറേ കാശ് ഉണ്ടാവണം നമ്മൾ യാത്ര പോകാൻ, സന്തോഷിക്കാൻ എന്നുള്ളത് വെറുതെ തോന്നണതാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാച്ചുട്ടൻ ചോദിക്കുന്ന ബോൾ, ഇതാണ് ആ ബോൾ കേട്ടോ. അപ്പോൾ അവന് ബർത്ത്ഡേ ആകുമ്പോഴേക്കും ആ ബോൾ ഈശോ കൊടുക്കുമെന്ന് പറഞ്ഞേക്കാം ഓച്ചു. അപ്പോൾ അവന് എന്നും പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ബോൾ വേണം എന്നാണ് പറയുക. അപ്പോൾ ഓച്ചു പറയും, നീ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ബോൾ തമ്പാച്ചൻ തരും എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ പ്രാർത്ഥന മുഴുവൻ ആ ബോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പരിട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളല്ലേ, അവർക്ക് അത്രയല്ലേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പറയില്ലേ പ്രാർത്ഥിക്കാൻ ഒരേ കാരണം വേണമെന്ന്, അതുപോലെ അവനൊരു കാരണം കൊടുത്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. എവിടേക്കെങ്കിലൊക്കെ പോയി എൻജോയ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നാളത്തെ ഞായറാഴ്ചത്തെ വിശേഷമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. അതുവരേക്ക് ബൈ.